friends, welcome to Lincys link. ഇന്ന് നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള ചിക്കൻ മുരിങ്ങയ്ക്ക സൂപ്പ് അഥവാ മുരിങ്ങയ്ക്ക ചിക്കൻ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടാം. ആദ്യമായിട്ട് ഞാൻ പറയാം, ഈ മുരിങ്ങയ്ക്ക എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഫുഡിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണ്. മുരിങ്ങയിലെയും മുരിങ്ങയ്ക്കായും ഒക്കെ അയണിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസും ഒരുപാട് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ ഉള്ളതാണ് നമ്മുടെ ഈ മുരിങ്ങയ്ക്ക എന്ന് പറയുന്നത്. അന്നേരം ഈ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചിക്കൻ കുറച്ച് എല്ലോട് കൂടിയ പീസസ് വേണം. അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക ഇതേപോലെ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി വേണം, അതുപോലെ തന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം, അതുപോലെ തന്നെ കറിവേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പൂ വേണം, 2-3 ഗ്രാമ്പൂ, അതുപോലെ തന്നെ പെരുംജീരകം, പിന്നെ ചെറിയ ജീരകം. ഇത്രയും കൂടെ നമുക്ക് ഇൻഗ്രീഡിയൻസ്. ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഓക്കെ, അന്നേരം കുക്കറിൽ വേവിക്കാനായിട്ട് ഒരുപാട് വെള്ളം വേണ്ട. നമുക്ക് എത്ര 2 ഗ്ലാസ് സൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് നല്ലതുപോലെ വേവിച്ച് എടുക്കണം. ഞാനിതിൽ ഏകദേശം ഒരു 2 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ടു, അതുപോലെ തന്നെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ ജീരകം, അതുപോലെ പെരുംജീരകം, ഗ്രാമ്പൂ, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇടുക. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ മുരിങ്ങയ്ക്കയുടെ കൂടെ തന്നെ നമ്മുടെ ചിക്കൻ പീസസും ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ചെറിയൊരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് ഉണ്ടാക്കുന്ന സൂപ്പിന് ഒരു നല്ല ഗുണമാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല ഫ്രഷ്ലി പൊടിച്ച കുരുമുളകും ഇട്ട്, അതുപോലെ തന്നെ ഞാൻ പൊട്ടറ്റോ ചേർത്തു, പറയാൻ മറന്നുപോയി. പൊട്ടറ്റോയും കൂടെ ചേർത്ത്, പൊട്ടറ്റോ എക്സ്ട്രാ ഉള്ളത് നമുക്കതിനകത്ത് പൊടിച്ച് ചേർക്കാം. ഓക്കെ, നല്ല പൊടിച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഇത് നമുക്ക് ചൂടോടുകൂടെ ഒരു ബൗളിലാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ത്രോട്ട് ഇൻഫെക്ഷൻ ഉള്ളവർക്കും അതുപോലെ തന്നെ മറ്റ് അസുഖക്കാർക്കും ഒക്കെ കുടിക്കാൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെന്ത മുരിങ്ങയ്ക്കായും കൂടെ ഇട്ട് ചൂടോടെ കഴിക്കാം. ഈ സൂപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ടൊരു മീൽ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് കഴിക്കാൻ നല്ലതാണ്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക്, അയൺ ഡെഫിഷ്യൻസി ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് റെഗുലറായിട്ട് കൊടുക്കുകയാണെങ്കിൽ അയൺ ഡെഫിഷ്യൻസി, നമ്മുടെ അനീമിയ ഒക്കെ മാറിക്കിട്ടും. അല്ലെങ്കിൽ പ്രഗ്നൻറ്റ് മദേഴ്സിനും ഒക്കെ കുടിക്കാൻ നല്ലതാണ്. അത് പ്രായമായിരിക്കുന്നവർക്കും ഒക്കെ നല്ലതാണ്. അതുപോലെ പനി, അങ്ങനെ ഇൻഫെക്ഷൻസൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. മുരിങ്ങയിലെന്ന് പറഞ്ഞൊരു സൂപ്പർ ഫുഡ് തന്നെയാണ്. വളരെ വളരെ ഒരുപാട് വൈറ്റമിൻസും ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ സൂപ്പ് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് കമൻറ്റ്സ് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. Bye.